മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്കൊരു FM റേഡിയോ ഫോൾഡഡ് ഡൈപോൾ ആന്റിന ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പും FM റേഡിയോ ആന്റിന ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ക്യൂബിക്കൽ ക്വാഡ് ആന്റിന ആയിരുന്നു. ഈ ക്യൂബിക്കൽ ക്വാഡ് ആന്റിനയെക്കാട്ടിയും ഒരുപാട് നല്ല പെർഫോമൻസ് തരുന്ന ആന്റിനയാണ് ഫോൾഡഡ് ഡൈപോൾ ആന്റിന. ശ്രീലങ്കയിലെ FM റേഡിയോ സ്റ്റേഷൻ വരെ എൻ്റെ ലൊക്കേഷനിൽ എൻ്റെ റേഡിയോയിൽ ഈ ആന്റിന ഉപയോഗിച്ച് റിസീവ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ ഒരു ആന്റിനയുടെ മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ആന്റിന ഉണ്ടാക്കുന്നതിനായി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം ഒരു പ്ലൈവുഡിൻ്റെ ഒരു ചെറിയ പീസാണ് വേണ്ടത്. 4 സെൻറ്റിമീറ്റർ വീതിയുള്ള പ്ലൈവുഡിൻ്റെ പീസാണിത്. ഇനി വേണ്ടത് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ടേപ്പ് മെഷറാണ്. കേടായ പഴയ ടേപ്പ് മെഷറിൽ നിന്നും എടുത്ത സ്റ്റീൽ ടേപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 62 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടറ്റത്തായി ഓരോ ആണികളും ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പ്ലൈവുഡിൻ്റെ പീസിൽ ഇതുപോലെ 1 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു പ്ലൈവുഡ് പീസിലേക്ക് ഈ ഒരു സ്റ്റീൽ ടേപ്പ് ഒട്ടിച്ച് ചേർക്കുക. ഈ സ്റ്റീൽ ടേപ്പിൻ്റെ അറ്റം തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഭാഗം നമുക്കൊന്ന് ഒടിച്ചു കളയാം. ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ സെൻറ്ററിൽ നിന്നും സൈഡിലേക്കുള്ള നീളം എന്ന് പറയുന്നത് 62 സെൻറ്റിമീറ്റർ ആണ്. ആ 62 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ ഈ താഴത്തെ ബോർഡിൽ വരച്ചു വച്ചിരിക്കുന്നത്. ഈ ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ സെൻറ്ററിലുള്ള ഭാഗം ഒരു ആണിയിൽ ഇതേപോലെ ഉറപ്പിച്ചു വയ്ക്കുക. അതിനുശേഷം സാവധാനം മറ്റേ ആണിയിലേക്ക് ഈ ഒരു സ്റ്റീൽ ടേപ്പ് കൊണ്ടുവരിക. അറ്റത്ത് ഉറപ്പിച്ചിരിക്കുന്ന ആണിയിൽ മുട്ടുന്ന നീളത്തിൽ വേണം ഈ ഒരു സ്റ്റീൽ ടേപ്പ് കൊണ്ടുവരാൻ. മറ്റേ സൈഡിലും ഇതേ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാ അളവുകളും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ഒരു പ്ലൈവുഡിൻ്റെ പീസിലേക്ക് സ്റ്റീൽ ടേപ്പ് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു ചേർക്കാം. ഇനി എക്സസ് ആയിട്ട് വരുന്ന സ്റ്റീൽ ടേപ്പിൻ്റെ ആ ഭാഗം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒടിച്ചു കളയുക.
ഇനി ഈ ഒരു ഫോൾഡഡ് ഡൈപോളിലേക്ക് നമുക്ക് കോയാക്സിയൽ കേബിൾ കണക്ട് ചെയ്യണം. ആ കേബിൾ കണക്ട് ചെയ്യുന്നതിനായി ഒരു BNC സോക്കറ്റ് ഈ ആൻറ്റനയിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചു ചേർക്കാം. ഇനി ഈ ആൻറ്റനയിൽ വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇംപെഡൻസ് മാച്ചിങ് ട്രാൻസ്ഫോമർ. ഫോൾഡഡ് ഡൈപോൾ ആൻറ്റനയുടെ ഇംപെഡൻസ് എന്ന് പറയുന്നത് 300 ohms ആണ്. പക്ഷേ റേഡിയോ റിസീവറിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് 75 ohms ആണ്. ഒരു റേഡിയോ റിസീവറിലേക്ക് ഒരു ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന നേരിട്ട് കണക്ട് ചെയ്താൽ അവിടെ വലിയൊരു ഇംപെഡൻസ് മിസ്മാച്ച് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇംപെഡൻസ് മിസ്മാച്ചിങ് വരുന്നത് കൊണ്ട് തന്നെ ആൻറ്റന റിസീവ് ചെയ്യുന്ന സിഗ്നലുകൾ ഈ ഒരു റേഡിയോ റിസീവറിലേക്ക് എത്തില്ല. അതുകൊണ്ട് ആൻറ്റനയുടെ ഇംപെഡൻസും റേഡിയോ റിസീവറിൻ്റെ ഇംപെഡൻസും തമ്മിൽ മാച്ച് ചെയ്യിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ മാച്ച് ചെയ്യിക്കാനുള്ള ഒരു മാച്ചിങ് ട്രാൻസ്ഫോമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് 300 ohms ഔട്ട്പുട്ട് ഇംപെഡൻസ് 75 ohms ആണ്. ഈ ഫോൾഡഡ് ഡൈപോൾ ആയിരുന്നു പഴയകാല TV, യാഗി, ഉഡ ആൻറ്റനകളിലെ ഡ്രൈവർ എലമെൻ്റായിട്ട് ഉപയോഗിച്ചിരുന്നത്. പഴയകാല TV, യാഗി, ഉഡ ആൻറ്റനകളിൽ ഉപയോഗിച്ചിരുന്ന മാച്ചിങ് ട്രാൻസ്ഫോമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു പഴയ കടയിൽ നിന്നും ഓൾഡ് സ്റ്റോക്ക് ഇരുന്നത് എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു ഫോൾഡഡ് ഡൈപോൾ ആൻറ്റനയുടെ 75 ohms ഔട്ട്പുട്ട് വരുന്ന ഭാഗത്തേക്ക് BNC കണക്ടറും 300 ohms ഇൻപുട്ട് വരേണ്ട ഭാഗത്ത് ഈ ഒരു ഫോൾഡഡ് ഡൈപോളും കണക്ട് ചെയ്യുക. ഫോൾഡഡ് ഡൈപോളിൻ്റെ വയർ കൊടുക്കേണ്ട ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഇളക്കി കളഞ്ഞിട്ട് വേണം അവിടെ സോൾഡർ ചെയ്യാൻ. ഇനി ഒരു നീളത്തിലുള്ള PVC പൈപ്പ് എടുക്കുക. അതിനുശേഷം ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന ഈ ഒരു PVC പൈപ്പിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒട്ടിച്ച് ചേർക്കുക. ഇനി വേണ്ടത് ഒരു പഴയ TV കോയാക്സിയൽ കേബിളാണ്. 75 ohms കോയാക്സിയൽ കേബിളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്തായിട്ട് BNC കണക്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻറ്റനയിലേക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കും. ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന ഉപയോഗിക്കാതെ തന്നെ എത്ര സ്റ്റേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന ഉപയോഗിക്കാതെ തിരുവനന്തപുരത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള FM റേഡിയോ സ്റ്റേഷനുകൾ മാത്രമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഫോൾഡഡ് ഡൈപോൾ ആൻറ്റന ഞാൻ എൻ്റെ വീടിന് മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്.
ആൻറ്റനയുടെ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു FM റേഡിയോ റിസീവറിൻ്റെ BNC കണക്ടറിലേക്കാണ്. ഈ ഒരു ആൻറ്റന ഉപയോഗിച്ചുകൊണ്ട് എത്ര FM സ്റ്റേഷനുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. மற்றும் 20,000 ரூபாய்க்கு மேல் வாங்கும் பொருட்களுக்கு தங்க நாணயம் இலவசம். ഇനി തുടരുന്നു ചെന്നൈ. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശം ഡോക്ടർ സുഷ്മിത ഭാസ്കർ, ഡോക്ടർ ദീക്ഷ ദവേനെ කරම් බලප්‍රසාදයක් ක්‍රියාත්මක වීමට යුතුයකමක් වේ. අපි දන්දලා විදහවල් 1 විනාඩි 1. සංගීතේ ගුවනේ සංචාරේ මන පුනවන්න ඔබ ගාව රැවුලෙන්නේ FM රේඩියෝ සංගමේ නොනසා ගසසාරේ FM Sri Lankikange Radio FM 107 VFM 101. ഫോൾഡഡ് ഡൈപോൾ FM ആന്റിന ഉണ്ടാക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമോൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.